തെളിയിക്കാനുള്ളത് എക്സാമ്പിൾ 37.11. നോ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 20 ഈസ് സിമ്പിൾ. അതായത് ഏതൊരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡർ 20 ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് സിമ്പിൾ ആയിരിക്കത്തില്ല. നമ്മളിവിടെ ജി എന്നൊരു ഗ്രൂപ്പ് എടുക്കുന്നു, അതിൻ്റെ ഓർഡർ 20 ആണ്. നമുക്കതിനെ 4x5:1 എഴുതാം, അതായത് m×p⁻n ഫോമിൽ എഴുതാം. നമുക്ക് ഇത് തെളിയിക്കാൻ വേണ്ടി ആവശ്യമുള്ളതാണ് സൈലോ പി സബ് ഗ്രൂപ്പ്. സൈലോ പി സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മാക്സിമൽ പി സബ് ഗ്രൂപ്പാണ്. അതായത് ഒരു ജി എന്ന് പറയുന്ന ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പല പി സബ് ഗ്രൂപ്പ്സും കാണും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റവും വലിയ പി സബ് ഗ്രൂപ്പാണ് സൈലോ പി സബ് ഗ്രൂപ്പ്. നമുക്കിവിടെ തേർഡ് സൈലോ തിയറം വെച്ചിട്ട് അറിയാം, ജി ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ പിന്നെ പി എന്ന് പറഞ്ഞ പ്രൈം ഓർഡർ ഓഫ് ജിയെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ then the number of silo p subgroup is congruent to 1 modulo p and divides order of G. അതായത് ഇപ്പം നമ്മൾ എൻ പി എന്ന ഓർഡർ ഓഫ് എൻ പി എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുവാണ് നമ്പർ ഓഫ് സൈലോ പി സബ് ഗ്രൂപ്പ്സിനെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ പി എന്ന് പറയാം. പിന്നെ എൻ പി എന്ത് ചെയ്യും? എൻ പി ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി. ഈ രണ്ട് കണ്ടീഷൻസും നമുക്ക് തേർഡ് സൈലോ തിയറിയിൽ നിന്ന് കിട്ടും. ഇവിടുത്തെ പ്രൈം അല്ലെങ്കിൽ പി ആയിട്ട് നമ്മൾ 5 ആണ് എടുക്കുന്നത്. നമുക്ക് നമ്പർ ഓഫ് സൈലോ പി സബ് ഗ്രൂപ്പ്സിനെ n5 എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് n5 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 5 എന്ന് കിട്ടും, കാരണം പി നമ്മൾ 5 ആണ് എടുത്തത്. പിന്നെ n5 എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ജിയെ ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് n5 കണ്ടുപിടിക്കുക എന്ത് ചെയ്യണം? ഓർഡർ ഓഫ് ജി നമുക്കറിയാം, ഓർഡർ ഓഫ് ജി ഈസ് ഈക്വൽ ടു 20 ആണ്. അപ്പോൾ നമ്മൾ 20യെ ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് n5 ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഏതൊക്കെ നമ്പേഴ്സാണ് n5നെ ഡിവൈഡ് ചെയ്യുന്നത്? 1, 2, 4, 5, 10. ഈ നമ്പേഴ്സ് എല്ലാം നമുക്ക് 20യെ ഡിവൈഡ് ചെയ്യും. നമുക്ക് പിന്നെ വേറൊരു കണ്ടീഷനും കൂടെ ഉണ്ട്, n5 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 5. അതിൻ്റെ അർത്ഥം എന്താണ്? n5 മൈനസ് 1നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ n5നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ റിമൈൻഡറായിട്ട് 1 കിട്ടണം. അപ്പോൾ ഏതൊക്കെ n5ൻ്റെ വാല്യൂസ് എടുക്കുമ്പോഴാണ് നമുക്ക് റിമൈൻഡർ 1 കിട്ടുന്നതെന്ന് നോക്കാം. 1 എടുത്തു കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ 0, ഇവിടെ 1 റിമൈൻഡർ കിട്ടും. 2 എടുത്തു കഴിഞ്ഞാലോ നമുക്ക് 2 ആണ് റിമൈൻഡർ കിട്ടുന്നത്, 1 അല്ലല്ലോ. പിന്നെ നമ്മൾ 4 എടുക്കുന്നു, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്കിവിടെ എന്താണ് കിട്ടുന്നത്? 4 ആണ് കിട്ടുന്നത്. പിന്നീട് 5 എടുത്തു കഴിഞ്ഞാലോ 5നെ 5 ഡിവൈഡ് ചെയ്യും, നമുക്കപ്പോൾ റിമൈൻഡർ 0 കിട്ടും. 10 എടുത്താലും 10നെയും 5 ഡിവൈഡ് ചെയ്യും, അപ്പം നമുക്ക് റിമൈൻഡർ കിട്ടുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് ആകെ കിട്ടിയത് n5 ഈസ് ഈക്വൽ ടു 1 എന്ന് മാത്രമാണ്. അതായത് നമ്പർ ഓഫ് സൈലോ 5 സബ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എത്ര സൈലോ 5 സബ് ഗ്രൂപ്പ്സ് ഉണ്ട്? ഒറ്റൊരെണ്ണേ ഉള്ളൂ. ആ ഒരു സൈലോ 5 സബ് ഗ്രൂപ്പിനെ നമ്മൾ പി വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. സിൻസ് പി ഈസ് സൈലോ 5 സബ് ഗ്രൂപ്പ്, നമുക്കറിയാം പി ഒരു സൈലോ 5 സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് XP X ഇൻവേഴ്സും ഒരു സൈലോ 5 സബ് ഗ്രൂപ്പ് ആയിരിക്കും. അന്നേരം നമുക്ക് 2 സൈലോ 5 സബ് ഗ്രൂപ്പ് ഇപ്പം കിട്ടിയില്ലേ, പിയും XP X ഇൻവേഴ്സും. പക്ഷേ നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു n5 ഈസ് ഈക്വൽ ടു 1 ആണ്. അതായത് നമ്പർ ഓഫ് സൈലോ 5 സബ് ഗ്രൂപ്പ് എന്ന് പറയുന്ന 1 ആണ് നമ്മൾ എടുത്തായിരുന്നു. അതുകൊണ്ട് എന്താണെങ്കിലും XP X ഇൻവേഴ്സ് പിയുമായിട്ട് ഈക്വൽ ആയേ പറ്റുള്ളൂ. പിന്നീട് നമ്മളൊരു തിയറം പഠിച്ചായിരുന്നു, തിയറം 14.30. ആ തിയറത്തിനകത്ത് നമുക്ക് 3 ഇക്വലൻ്റ് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ഒരു സബ് ഗ്രൂപ്പ് നോർമൽ സബ് ഗ്രൂപ്പാണെന്നറിയാൻ അതിനകത്തൂടെ നമുക്ക് മനസ്സിലാകും ജി ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു H ആണെന്നുണ്ടെങ്കിൽ, അതായത് H ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കണം ജിയുടെ. എന്നിട്ട് ജി ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു H എന്ന് പറഞ്ഞാൽ നമുക്ക് GH ഈസ് ഈക്വൽ ടു HG എന്ന് കിട്ടും. അതായത് ഇതൊരു നോർമൽ സബ് ഗ്രൂപ്പിൻ്റെ കണ്ടീഷനാണ്. അന്നേരം നമുക്ക് GH ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു H എന്ന് കിട്ടിയാൽ അതൊരു നോർമൽ സബ് ഗ്രൂപ്പാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് XP X ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു P എന്ന് കിട്ടി. അന്നേരം P ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആകത്തില്ലേ?
അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജിക്ക് ഒരു പ്രോപ്പർ നോൺ ട്രിവിയൽ നോർമൽ സബ് ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് ജി സിമ്പിൾ ആയിരിക്കത്തില്ല. എക്സാമ്പിൾ 37.12. നോ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 30 ഈസ് സിമ്പിൾ. ഏതൊരു ഗ്രൂപ്പിൻ്റെ ഓർഡർ 30 ആയാലും അതൊരു സിമ്പിൾ ഗ്രൂപ്പ് ആയിരിക്കത്തില്ല. അതായത് നമുക്ക് ഓർഡർ ജി ഈക്വൽ ടു 30 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 30 നമുക്ക് 2 × 15, 3 ഇവിടെ വരും, 5. അങ്ങനെ നമുക്ക് 13 എങ്ങനെ എഴുതാം? 2 × 3 × 5 എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജിക്ക് ഒരു സൈലോ 2 സബ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഓർഡർ എന്ന് വെച്ചാൽ അത് 2 ആയിരിക്കും. ഇതെങ്ങനെയാണ് സൈലോ 2 സബ് ഗ്രൂപ്പ് വന്നത്? ഓർഡർ ജി ഈസ് ഈക്വൽ ടു 30 നമുക്ക് 2⁻1 × 15 എന്ന് എഴുതാം. പിന്നെ അതുപോലെ ജിക്ക് സൈലോ 3 സബ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഓർഡറും 3 ആയിരിക്കും. സൈലോ 5 സബ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ഓർഡർ 5 ആയിരിക്കും. ഇവിടെ നമ്മൾ ആദ്യമേ സൈലോ 5 സബ് ഗ്രൂപ്പാണ് എടുക്കുന്നത്. നമുക്ക് നേരത്തെ ചെയ്ത പോലെ അറിയാം, n5 is congruent to 1 മോഡുലോ 5. പിന്നെ ഓർഡർ ഓഫ് ജി, അതായത് 30നെ n5 ഡിവൈഡ് ചെയ്യും. അപ്പോൾ 30യെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എല്ലാം ആദ്യം എഴുതി 1, 2, 3, 5, 6, 10, 15, 30. ഈ നമ്പേഴ്സ് എല്ലാം 30നെ ഡിവൈഡ് ചെയ്യും. ഇതിൽ നിന്ന് ആരാണ് n5 എന്നറിയാൻ നമ്മൾക്ക് വേറെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ടല്ലോ. n5 is congruent to 1 മോഡുലോ 5. അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് നമുക്ക് n5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഇവിടെ 1 വരണം. നമ്മൾ 1ഉം 6ഉം എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 1 വരും. ബാക്കി ഒന്നിലും റിമൈൻഡർ 1 വരത്തില്ല. അപ്പോൾ n5 ഈസ് ഈക്വൽ ടു 1ഉം 6ഉം കിട്ടും. നമുക്കിവിടെ 1 എന്ന് കിട്ടിയാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്ന കാര്യം പ്രൂവ് ആയിരുന്നേ. പക്ഷെ നമുക്ക് 1 എന്നല്ല കിട്ടി, 1ഉം ആകാം 6ഉം ആകാം. രണ്ടാമത് നമ്മൾ സൈലോ 3 സബ് ഗ്രൂപ്പ് എടുക്കുന്നു. സൈലോ 3 സബ് ഗ്രൂപ്പിൻ്റെ കേസ് എടുക്കുമ്പോൾ n3 ആണ് വരുന്നത്. അതായത് നമ്പർ ഓഫ് സൈലോ 3 സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് n3യും വെച്ചാണ്. അപ്പോൾ n3 ഈസ് കോൺഗ്രുവൻ്റ് ടു 1 മോഡുലോ 3. പിന്നെ n3 ഓർഡർ ഓഫ് ജി, അതായത് 30യെ ഡിവൈഡ് ചെയ്യും. അങ്ങനത്തെ നമ്പേഴ്സ് എല്ലാം എടുത്ത് കഴിയുമ്പോഴത്തേക്ക് 30യെ ഡിവൈഡ് ചെയ്യാൻ ചാൻസ് ഉള്ള നമ്പേഴ്സ് എല്ലാം എടുത്ത് നമ്മൾ എഴുതി. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്തു n3യെ നമ്മൾ 3യും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴാണ് 1 വരുന്നതെന്ന്. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ 10നെ നമുക്ക് 3യുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 × 3 9 വരും. നമുക്കിവിടെ റിമൈൻഡർ 1 കിട്ടും. അപ്പോൾ നമുക്ക് n3 ഈസ് ഈക്വൽ ടു 1ഉം കിട്ടും 10ഉം കിട്ടും. വേറെ ഒരു നമ്പർ എടുത്ത് നോക്കിയാൽ നമുക്ക് റിമൈൻഡർ 1 കിട്ടത്തില്ല. ഇതേപോലെ സെയിം ആയിരിക്കും സൈലോ 2 സബ് ഗ്രൂപ്പ് എടുത്ത് നോക്കിയാലും. നമുക്ക് n2 എന്ന് പറയുന്നത് 1 മാത്രമല്ല വേറൊരു നമ്പറും കൂടെ കിട്ടും. അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. നമുക്കിവിടെ ഒരു കേസിലും np ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടുന്നില്ല. അന്നേരം നമുക്ക് ബാക്കിയുള്ളത് എടുക്കുവാണ്. n5 ഈസ് ഈക്വൽ ടു 6ഉം n3 ഈസ് ഈക്വൽ ടു 10ഉം. ഈ രണ്ട് കേസ് നമ്മൾ ആദ്യമേ എടുത്ത് നോക്കുവാണ്. അപ്പോൾ n3 ഈസ് ഈക്വൽ ടു 10 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ n3 ഈസ് ഈക്വൽ ടു 10 എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് സൈലോ 3 സബ് ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ 10 എണ്ണം ഉണ്ട്. അന്നേരം നമുക്ക് അതിനകത്ത് 2 എണ്ണം എടുക്കാം. 1 Hഉം 1 Kയും അങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. അന്നേരം നമുക്ക് ഈ രണ്ടും ഡിസ്റ്റിൻറ്റ് സൈലോ 3 സബ് ഗ്രൂപ്പ്സ് ഓഫ് ജി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടും സബ് ഗ്രൂപ്പ്സ് അല്ലേ? ഇൻ്റർസെക്ഷൻ ഓഫ് 2 സബ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു സബ് ഗ്രൂപ്പാണ്. അപ്പോൾ H ഇൻ്റർസെക്ഷൻ K എന്ന് പറഞ്ഞാൽ ഒരു സബ് ഗ്രൂപ്പാണ് ജിയുടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ H എന്ന് വെച്ചൊരു സബ് ഗ്രൂപ്പാണ്, K എന്ന് വെച്ചൊരു സബ് ഗ്രൂപ്പാണ്. അപ്പോൾ H ഇൻ്റർസെക്ഷൻ K എന്ന് പറയുമ്പോൾ Hനകത്ത് വരുന്നൊരു സബ് ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ H ഇൻ്റർസെക്ഷൻ Kയ്ക്കകത്തുള്ള സബ് ഗ്രൂപ്പാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? H ഇൻ്റർസെക്ഷൻ K എന്ന് വെച്ചാൽ അതിൻ്റെ ഓർഡർ Hൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും എന്ന് നമുക്ക് പറയാം. H ഇൻ്റർസെക്ഷൻ K ഈസ് ഈക്വൽ ടു 1 3 എന്ന് കിട്ടും. അതെങ്ങനെയാണ്? കാരണം Hൻ്റെ ഓർഡർ 3 ആണ്. H എന്ന് വെച്ചാൽ സൈലോ 3 സബ് ഗ്രൂപ്പാണ്. സൈലോ 3 സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ 3 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക്
3 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് നമ്പേഴ്സ് 1ഉം 3ഉമേ ഉള്ളൂ. അപ്പോൾ അത് രണ്ട് ഏതെങ്കിലും ഒന്നായിരിക്കും എച്ച് ഇൻ്റർസെക്ഷൻ കെയുടെ ഓർഡർ. പക്ഷേ എച്ച് ഇൻ്റർസെക്ഷൻ കെയുടെ ഓർഡർ 3 ആകത്തില്ല. ഇൻ കേസ് ഇപ്പോൾ 3 ആണെന്ന് വെച്ചാൽ എച്ച് ഇൻ്റർസെക്ഷൻ കെയുടെ ഓർഡർ 3 ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എച്ച് ഈസ് ഈക്വൽ ടു കെ എന്ന് നമുക്ക് കിട്ടും. അതായത് അതൊരു കോൺട്രഡിക്ഷൻ ആണ്. എച്ച് ഇൻ്റർസെക്ഷൻ കെയുടെ ഓർഡർ 3 ആണെന്നുണ്ടെങ്കിൽ എച്ചിനകത്തും കെയ്ക്കകത്തും 3 എലമെൻറ്റ്സ് വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എച്ചും കെയും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. അതുകൊണ്ട് എച്ച് ഇൻ്റർസെക്ഷൻ കെയുടെ ഓർഡർ 3 ആകത്തില്ല. അങ്ങനെ നമുക്ക് എഴുതാം, ഇൻ ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ എന്ന് വെച്ചാൽ 3 ആകത്തില്ല. പിന്നെ എന്തേ ആകത്തുള്ളൂ? 1 ആകത്തുള്ളൂ. 1 ആണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള എലമെൻറ്റ് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ if G has 10 silo 3 subgroups, it has at least 20 element of order 3 നമുക്ക് കിട്ടും. അതായത് ജിക്ക് 10 സൈലോ 3 സബ്ഗ്രൂപ്പ്സ് ആണുള്ളത്. ജിക്ക് 10 സൈലോ 3 സബ്ഗ്രൂപ്പ്സ് ആണുള്ളത്. അപ്പോൾ എച്ചിനകത്ത് എച്ച് എന്നുള്ള ഒരു സൈലോ 3 സബ്ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 3 എലമെൻ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. ഒന്ന് ഐഡൻറ്റിറ്റി ആയിരിക്കും, പിന്നെ വരുന്നത് H1 H2 എന്ന 2 എലമെൻ്റ് ആയിരിക്കും. പിന്നെ കെയ്ക്കകത്ത് ഐഡൻറ്റിറ്റി വരും, പിന്നെ H1 H2 അല്ലെങ്കിൽ K1 K2 എന്ന 2 എലമെൻറ്റ്സ് വരും. അങ്ങനെ നമുക്ക് 10 എലമെൻറ്റ്സ് ടോട്ടൽ വരും. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 10 എലമെൻറ്റ്സ്, 10 സൈലോ 3 സബ് ഗ്രൂപ്പ്സ് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐഡൻറ്റിറ്റി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും നമുക്ക് ഇവിടെ എല്ലാം 2 എലമെൻറ്റ്സ് വെച്ച് കിട്ടും. അപ്പം നമുക്ക് അങ്ങനെ എത്ര എലമെൻറ്റ്സ് ഇവിടെ കിട്ടും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 × 2 എലമെൻറ്റ്സ് അറ്റ്ലീസ്റ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടും. അത് 20 എലമെൻറ്റ്സ് ഇവിടുന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. If G has 10 silo 3 subgroups, it has at least 20 elements of order 3. 3 ഓർഡറുള്ള അറ്റ്ലീസ്റ്റ് 20 എലമെൻ്റ് എങ്കിലും ഉണ്ടായിരിക്കും. അടുത്തത് നമ്മൾ n5 = 6 എന്ന കേസ് എടുക്കുവാണ്. ഈ കേസിൽ എച്ചും കെ എന്ന് വെച്ചാൽ 2 ഡിസ്റ്റിങ്ക്റ്റ് സൈലോ 5 സബ് ഗ്രൂപ്പാണ് ജിയുടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എച്ചും കെയും 2 സബ് ഗ്രൂപ്പ്സ് ഓഫ് ജി ആണ്. അതിന് ഇൻ്റർസെക്ഷൻ എന്ന് വെച്ചാൽ ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും ജിയുടെ. എച്ച് ഇൻ്റർസെക്ഷൻ കെ എന്ന് വെച്ചാൽ എച്ചിയുടെയും ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. എച്ച് ഇൻ്റർസെക്ഷൻ കെ എന്ന് വെച്ചാൽ കെയുടെയും ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ ഡിവൈഡ്സ് ഓർഡർ ഓഫ് എച്ച്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓർഡർ ഓഫ് എച്ച് എന്ന് വെച്ചാൽ 5 ആണ്. 5 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ എന്ന് വെച്ചാൽ 1ഓ 5ഓ ആയിട്ട് കിട്ടും. പക്ഷേ ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ ഒരിക്കലും ഈക്വൽ ടു 5 ആയിരിക്കത്തില്ല. ഇനി ഈക്വൽ ടു 5 ആയാൽ എച്ചും കെയും ഈക്വൽ ആയിരിക്കും. അന്നേരം ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാവും. ദാറ്റ് ഇംപ്ലൈസ് എച്ച് ഇൻ്റർസെക്ഷൻ കെയുടെ ഓർഡർ 1 ആണ്. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ കേസിൽ ജിക്കകത്ത് ജി മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 24 എലമെൻറ്റ്സ് ഓഫ് ഓർഡർ 5. എക്സ് ഇൻ്റർസെക്ഷൻ കെയ്ക്കകത്ത് ഒരു എലമെൻറ്റേ ഉള്ളൂ. ആ എലമെൻറ്റ് എന്തായാലും ഐഡൻറ്റിറ്റി ആയിരിക്കും. നമുക്ക് ഇപ്പോൾ ഇവിടെ എച്ചും കെയും സൈലോ 5 സബ് ഗ്രൂപ്പ്സ് ആണ്. നമുക്ക് 6 സൈലോ 5 സബ് ഗ്രൂപ്പ്സ് ആണുള്ളത്. അന്നേരം നമുക്കറിയാം സൈലോ 5 സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ 5 ആണ്. നേരം എച്ചിനകത്ത് ഏതൊക്കെ എലമെൻറ്റ്സ് വരും? ഒന്നും ഐഡൻറ്റിറ്റി വരും, പിന്നെ H1 H2 H3 H4 വരും. അതുപോലെ തന്നെ കെയുടെ കേസിൽ ഒരെണ്ണം ഐഡൻറ്റിറ്റി ആയിരിക്കും, പിന്നെ K1 K2 K3 K4 വരും. അങ്ങനെ നമുക്ക് ടോട്ടൽ 6 എണ്ണം ഇവിടെ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 4 എണ്ണം, ഇവിടെ 4 എണ്ണം, 6 × 4 24 എണ്ണം, അറ്റ്ലീസ്റ്റ് 24 എലമെൻറ്റ്സ് നമുക്കിവിടെ കിട്ടും. അന്നേരം നമുക്ക് പറയാം ജി മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 24 എലമെൻറ്റ്സ് ഓഫ് ഓർഡർ 5. ഇത് ഇക്വേഷൻ 2. നമ്മൾ നേരത്തെ if G has 10 silo 3 subgroups, it has at least 20 elements of order 3ക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുത്തായിരുന്നു. ഈ 2 ഇക്വേഷനിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും ജിക്കകത്ത് അറ്റ്ലീസ്റ്റ് 20 + 24 എലമെൻറ്റ്സ് ഉണ്ടാവും. അതായത് ഓർഡർ ഓഫ് ജി എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 44 എണ്ണമെങ്കിലും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളിവിടെ ആദ്യമേ എടുത്തത് എന്തുവാ? നമ്മുടെ
ക്വസ്റ്റ്യൻ, അതായത് ഓർഡർ ഓഫ് ജി എന്ന് വെച്ചാൽ 30 ആണ്. അപ്പോൾ ഇതൊരു കോൺട്രഡിക്ഷൻ അല്ലേ? അന്നേരം അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നെങ്കിൽ n5 നോട്ട് ഈക്വൽ ടു 6 അല്ലെങ്കിൽ n3 നോട്ട് ഈക്വൽ ടു 10. ഇപ്പോൾ n5 നോട്ട് ഈക്വൽ ടു 6 ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് n5 ഈക്വൽ ടു 1 ആണെന്ന് കിട്ടും. അന്നേരം എത്ര സൈൽ ഓഫ് ഐ സബ് ഗ്രൂപ്പ് ഉണ്ട്? ഒരെണ്ണമേ ഉള്ളൂ. ആ സൈൽ ഓഫ് ഐ സബ് ഗ്രൂപ്പിനെ നമ്മൾ പി എന്ന് വിളിക്കുന്നു. പി ഒരു സൈൽ ഓഫ് ഐ സബ് ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്കറിയാം എന്താണ്? എക്സ് പി എക്സ് ഇൻവേഴ്സും എന്തായിരിക്കും? അത് ഒരു സൈൽ ഓഫ് ഐ സബ് ഗ്രൂപ്പ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സൈൽ ഓഫ് ഐ സബ് ഗ്രൂപ്പ് കിട്ടി. പിയും കിട്ടി, എക്സ് പി എക്സ് ഇൻവേഴ്സും കിട്ടി. പക്ഷേ നമുക്കറിയാം നമ്പർ ഓഫ് സൈൽ ഓഫ് ഐ സബ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ 1 ആണെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയി പറ്റുള്ളൂ. രണ്ടും ഈക്വൽ ആക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് കിട്ടും, പി ഒരു നോർമൽ സബ് ഗ്രൂപ്പാണെന്ന് കിട്ടും. അതുകൊണ്ട് ജി ഈസ് നോട്ട് സിമ്പിൾ.